എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. വെൽക്കം ബാക്ക് ടു മിസ്റ്റർ നടക്കാവിൽ. നമ്മളിപ്പോൾ കണ്ടിട്ട് ഓൾമോസ്റ്റ് 2 ആഴ്ച കഴിഞ്ഞു. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ കുറച്ച് സ്പെഷ്യലാണ്. അതായത് നമ്മുടെ ഒരു യൂട്യൂബർ മിസ്റ്റർ സുനീർ കാൻഡി എന്ന് പറഞ്ഞ ഒരാൾ ഒരു വീഡിയോ ഉണ്ടാക്കി. പുള്ളിക്കാരൻ്റെ വൈഫ് മൊറോക്കനും പുള്ളിക്കാരൻ തലശ്ശേരിക്കാരനുമാണ്. അപ്പോൾ പുള്ളിക്കാരൻ ഒരു മൊറോക്കൻ ലാമ്പ് ഓവനിൽ വെച്ചുണ്ടാക്കിയിട്ട് അത് നമ്മളൊരു തലശ്ശേരി ബിരിയാണി ആയിട്ട് ഫ്യൂഷൻ ചെയ്തു. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രീഗ്ഡായിട്ട് തോന്നി. ആൻഡ് ഐ തോട്ട് വൈ നോട്ട്, നമുക്കും ചെയ്ത് നോക്കാമല്ലോ. അപ്പോൾ അത് പ്രമാണിച്ച് ഞാൻ പോയി 3 കിലോ മട്ടനും വാങ്ങി എല്ലാ പ്രിപ്പറേഷൻസും ചെയ്തു വീഡിയോ ഉണ്ടാക്കി. അതാണ് നമ്മളിന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത്. ഈ വീഡിയോയിൽ ഒരു പ്രത്യേകത ഉണ്ട്. സാധാരണ നിങ്ങൾ കാണുന്ന കുക്കിംഗ് വീഡിയോസൊക്കെ ഒരു എക്സ്പേർട്ടാണ് കുക്ക് ചെയ്യുന്നത്, പക്ഷേ ഇന്ന് ഞാനാണ് കുക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് നിങ്ങളെ പോലെ തന്നെ ഞാനും അതേ ആകാംക്ഷയോടെ ഇരിക്കുകയാണ്. ഇത് എന്താവും, ശരിയാവോ കൊളാവോ? കാരണം ഒരു ഗസ്റ്റും വരുന്നുണ്ട്. പുള്ളിക്കാരൻ്റെ കാര്യം ഒന്ന് കട്ടപ്പോക്കെയാണ്. കാരണം ഇതെന്തായാലും ഒരു 3 മണി 4 മണി റെഡിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ എന്തായാലും നമുക്കിത് ട്രൈ ചെയ്ത് നോക്കാം. ലെറ്റ്സ് ഗെറ്റ് ഇൻ. അപ്പോൾ എല്ലാവരും കണ്ടല്ലോ, ഒരാവശ്യമില്ലാതെ വെറുതെ പൊട്ടിത്തെറിച്ച് ലൈറ്റ്നിങ്ങും തണ്ടറൊക്കെ ഉണ്ടാക്കി നമ്മളെ ലോഗോ റിവലേഷൻ കഴിഞ്ഞിരിക്കണേ. ഇനി നെക്സ്റ്റ് നമുക്ക് നമ്മളെ വീഡിയോയിലോട്ട് കിടക്കാം. ഈ വീഡിയോയിൽ 3 സ്റ്റെപ്പാണുള്ളത്. ഫസ്റ്റ് സ്റ്റെപ്പ് മാരിനേഷൻ, സെക്കൻഡ് സ്റ്റെപ്പ് ബിരിയാണി, തേർഡ് സ്റ്റെപ്പ് ദമ്മിടൽ. സ്റ്റെപ്പ് നമ്പർ 1 മാരിനേഷൻ. ഇതിനെന്തൊക്കെ ആവശ്യമുള്ളത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ മഞ്ഞൾപ്പൊടി 1.5 ടീസ്പൂൺ ഒരു പാത്രത്തിലോട്ട് ഇങ്ങനെ പതുക്കനെ കൊട്ടണം. രണ്ടാമത്തേത് ജീരകപ്പൊടി 3 ടീസ്പൂൺ ഒരു പാത്രത്തിലോട്ട് വീണ്ടും ഇങ്ങനെ പതുക്കനെ കൊട്ടണം. മൂന്നാമത് കുരുമുളക് പൊടി ഇങ്ങനെ വീണ്ടും പാത്രത്തിലോട്ട് കൊട്ടിയതിന് ശേഷം മീറ്റ് മസാല ഇറച്ചി മസാല എന്ന് പറയും, 2 ടീസ്പൂൺ. ആവശ്യത്തിനുമുള്ള ഉപ്പ്. അടുത്തത് കുങ്കുമം. ഇങ്ങനെ കാണിക്കാൻ വേണ്ടി കുറേ വെക്കെങ്കിലും ഇതിനകത്ത് കുറച്ചിട്ടാൽ മതി, കാരണം ഇതിനോട് കത്ത് വിലയാണ്. പിന്നെ നല്ല ലുക്കിൽ ഇങ്ങനെ മഞ്ഞ കളർ കിടക്കണം, നല്ല നെയ്യെടുത്തിട്ടുണ്ട് ഇട്ടാണ്ടല്ലോ, സൂപ്പർ. അങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് നമ്മളിങ്ങനെ കലക്കിക്കൊണ്ടേ ഇരിക്കുന്നു. ആസ് യൂഷ്വൽ നമ്മൾക്ക് വേറെ ആളുണ്ടെന്ന് കളിക്കാൻ. ഇന്നത്തെ കളിക്കൽ ഇസ് ബൈ നൺ അതർ ദാൻ, ഓക്കെ സസ്പെൻസ് ആയിട്ട് വെക്കാം, പിന്നെ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ മാരിനേഷൻ റെഡിയായ സ്ഥിതിക്ക് നമുക്ക് ഇനി നമ്മുടെ മട്ടൻ പീസ് എടുത്തിട്ട് ഇതിനകത്ത് ഇങ്ങനെ ചെറിയ കട്ടിങ്സ് ഒക്കെ ചെയ്ത് നല്ല കഴുകി വൃത്തിയാക്കി കുട്ടപ്പനാക്കി ഫുൾ ലുക്കോടെ നമുക്കിത് മിനി പെയിൻ്റ് അടിച്ച് തീർക്കാം. ഈ മാരിനേഷൻ എടുത്തിട്ട് നല്ല പോലെ ആസ്വദിച്ച് ഫുള്ളാണ് തേച്ചോളി. ഈ വീഡിയോയിൽ കാണിക്കുന്ന മാതിരി ഫസ്റ്റ് നമ്മൾ തുടക്കത്തിൽ നമ്മളിങ്ങനെ തൊട്ട് കാണിച്ചിട്ടുണ്ടെങ്കിലും പിന്നീട് ഫുൾ കൈയിട്ട് മൊത്തം അങ്ങോട്ട് കുഴച്ചെടുക്കണം. അങ്ങനെ തേച്ച് നമ്മളിതൊരു വിധാക്കി. കണ്ട എന്താ ലുക്ക്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ തലേന്ന് തേച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് മാരിനേഷൻ കുറച്ചും കൂടി മസാല പിടിക്കുമായിരിക്കും. നമ്മൾ കണ്ട വീഡിയോനകത്ത് അവരങ്ങനെ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷെ ഞാൻ എന്തായാലും തലേന്ന് ഇത് ഫുള്ള് തേച്ച് റെഡിയാക്കി വെച്ച് അടുത്ത ദിവസം എടുത്തിട്ടാണ് ഓവനിൽ വെച്ചത്. ഇനി അടുത്ത ദിവസമായി. അപ്പോൾ നമ്മളിതൊരു ഓവനിൽ വെച്ചിട്ട് 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 2 to 3 മണിക്കൂർ വെക്കേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. കാരണം എനിക്ക് എത്ര ടൈം വെച്ചെന്ന് എനിക്ക് തന്നെ ഓർമ്മയില്ല, കാരണം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ എന്തായാലും ഒരു ആവണ വരെ വെക്കും വേണം. അത് പതുക്കനെ ഇങ്ങനെ നോക്കിക്കൊണ്ടേ ഇരിക്കണം എവിടെ എത്തിയെന്ന്. ഇനി സ്റ്റെപ്പ് നമ്പർ 2, ഇതിനകത്തുള്ള റൈസിന് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പാണിത്. എൻ്റെ അമ്മോ, എന്താ ഗ്രാഫിക്സ് അല്ലേ, എനിക്ക് വയ്യ. ഞാൻ തന്നെയാണല്ലോ ഇതൊക്കെ ചെയ്തത്. അപ്പോൾ ലെറ്റ്സ് ബിഗിൻ. ബേ ലീവ്സ്, സിനമൺ, ക്ലോവ്സ്, കാർഡമം. അടുത്തത് റൈസിൻസ്. ഞങ്ങളുടെ നാട്ടിൽ ഇതിന് ചെറിയ മുന്തിരി എന്ന് പറയൽ, നിങ്ങളുടെ നാട്ടിൽ ഇതിന് കിസ്മിസ് അങ്ങനെയൊക്കെ പറയുമായിരിക്കും. അടുത്തത് നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് അണ്ടിപ്പരിപ്പ്. ഇത് ഇതിനകത്ത് ഇടാനും നമുക്ക് വെറുതെ നിൽക്കുമ്പോൾ തിന്നാനും രണ്ടിനും യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ആസ് യൂഷ്വൽ നമ്മൾ നെയ്യ്, നാരങ്ങ, പിന്നെ 2 ടേബിൾ സ്പൂൺ ഗരം മസാലയും മല്ലിപ്പൊടിയും വേണം. ഇത് ഞാൻ ശരിക്കും ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി മിക്സാക്കി ഉണ്ടാക്കിയതാണ്. പിന്നെ 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മല്ലിയില. എന്ത് ലുക്കുള്ള തക്കാളി അല്ലേ, ഒരു 3 തക്കാളി വെട്ടി മുറിച്ചിട്ട്, അതേപോലെ തന്നെ നല്ല ലുക്കുള്ള ഉള്ളിയും ഒരു 3 ഉള്ളി നല്ല നൈസാക്കിയിട്ട്. പിന്നെ ഇതിനകത്ത് ഒഴിക്കാനുള്ള ഓയിൽ നല്ല രസമുള്ളൊരു കുപ്പിയിൽ. കണ്ട എന്താ ലുക്ക്. അപ്പോൾ തുടങ്ങാം. പാത്രം എടുക്കുക, ചൂടാക്കുക. ആസ് യൂഷ്വൽ എല്ലാ സ്റ്റെപ്പ് തന്നെയാണ്. പാത്രം എടുക്കുക, ചൂടാക്കുക. എന്നിട്ട് അതിനകത്തേക്ക് കുറച്ച് നെയ്യ് ഇടുക. നെയ്യ് ചൂടായിട്ടില്ല, അതിന് മുന്നേ തന്നെ അണ്ടിപ്പരിപ്പിട്ടു.
ഇവിടെ ഇനി നെയ്യ് ചൂടായിട്ട് ഇവിടെ വരെ അണ്ടിപ്പരിപ്പ് ഇടുക. അത് കഴിഞ്ഞിട്ട് അടുത്ത് നമ്മൾ റൈസിൻസ് ഇട്ടതിൻ്റെ ശേഷം നമ്മളിങ്ങനെ നല്ല ഇളക്കിക്കൊണ്ടിരിക്കുക. ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് എല്ലാം റെഡിയാക്കി ഇങ്ങനെ നല്ല ലുക്കായിട്ട് വരും. അപ്പോൾ നമ്മളൊരു പാത്രത്തിലേക്ക് എടുത്തിട്ട് നമ്മൾ ക്യാമറയിൽ ഇങ്ങനെ സൂം ചെയ്ത് കാണിക്കുക. ഇനി കുറച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം അതിനകത്തോട്ട് ഉള്ളി ഇടുക. ഉള്ളി ഇട്ടിട്ട് നമ്മൾ നല്ല വഴറ്റി നല്ലൊരു ബ്രൗണിഷ് കളർ ആവണ വരെ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് കണ്ടോ ഇതേപോലെ നല്ല ലുക്കിൽ നമ്മൾ എടുത്തിട്ട് ഒരു ടിഷ്യൂ പേപ്പറിൽ ഇടുക. ഇത് നമ്മൾ ലാസ്റ്റ് ദമ്മിൻ്റെ സ്റ്റെപ്പിന് വേണ്ടിയിട്ടുള്ളതാണ്. എന്താ രസമല്ലേ കാണാൻ ഉള്ളി. അടുത്തത് നമ്മളെ ഫസ്റ്റത്തെ കാണിച്ച 4 ഇൻഗ്രീഡിയൻസ്, അതായത് കരികാപ്പട്ട, ഏലക്കായ, ഗ്രാമ്പൂ എല്ലാം കൂടിയിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യുക. അതിന് ശേഷം ഉള്ളി ഇടുക, വെള്ളം ഒഴിക്കുക. വെള്ളത്തിന് കണക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ 3 കപ്പ് റൈസാണ് എടുത്തിരിക്കുന്നത്. അപ്പം 4.5 കപ്പ് വെള്ളം, അതായത് 1 കപ്പിന് 1.5 കപ്പ് വെള്ളം വെച്ചിട്ടാണ്. അതിന് ശേഷം കുറച്ച് ഉപ്പ് ഇടുക. അതിന് ശേഷം നമ്മൾ ഇതിനകത്തോട്ടുള്ള റൈസ് എല്ലാം ഇതിനകത്ത് ഇടുക. എന്നിട്ട് മിക്സ് ആക്കുക. നല്ലൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം മൂടി വെക്കുക. മൂടി വെച്ചതിന് ശേഷം നമ്മളിങ്ങനെ തുറന്ന് നോക്കുക വെള്ളം മൊത്തം വറ്റിക്കണമെന്ന്, അല്ലെങ്കിൽ റൈസ് അയക്കണമെന്ന്. റൈസ് ആയിട്ടുണ്ടെങ്കിൽ നമുക്കത് സ്റ്റോപ്പ് ചെയ്യാം. എന്നിട്ട് ആ റൈസ് വേറെ പാത്രത്തിലോട്ട് മാറ്റി വെക്കുക. അങ്ങനെ മക്കളെ നമ്മളെ ഫൈനൽ സ്റ്റെപ്പ് എത്തിയിരിക്കുന്നു. സ്റ്റെപ്പ് നമ്പർ 3, ദി ദം സ്റ്റെപ്പ്. വീണ്ടും ഒരു ചെമ്പെടുക്കുക. ചെമ്പ് കുറച്ച് വലിപ്പം ഉണ്ടായിക്കോട്ടെ, കാരണം ഇതിനകത്തൊരു മട്ടൺ വെക്കാനുള്ളതാണ്. അപ്പം ചെമ്പെടുക്കുക. ഈ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടുള്ള ചെമ്പ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് മിസ്റ്റർ ഷിറാസ്. എവരിബഡി ഗിവ് എ റൗണ്ട് ഓഫ് അപ്ലോസ്. അപ്പോൾ വീണ്ടും ആസ് യൂഷ്വൽ ചെമ്പ് ചൂടാക്കിയതിൻ്റെ ശേഷം ഇതിനകത്തേക്ക് നെയ്യ് ഒഴിക്കുക, അതിനകത്തേക്ക് ഓയിലും ഒഴിക്കുക. രണ്ടും ഒഴിക്കുന്ന ഒരു രസമാണ്. അതിന് ശേഷം ഉള്ളി ഇടുക. ഉള്ളി ഇട്ടതിന് ശേഷം നല്ലപോലെ ഇങ്ങനെ വഴറ്റിയതിൻ്റെ ശേഷം നമ്മൾ കുറച്ച് നാരങ്ങ നീര് ഒഴിക്കണം. നാരങ്ങ നീര് ഒഴിക്കുമ്പം പ്രത്യേകിച്ച് എന്താ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല, പക്ഷെ എന്തായാലും നാരങ്ങ നീര് ഒഴിക്കണം. അതിന് ശേഷം ഇതിനകത്ത് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ ഇടുക. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ ഒന്ന് സ്മെല്ലൊന്ന് പോയതിൻ്റെ ശേഷം നമ്മുടെ തക്കാളി, ഗുഡ് ലുക്കിംഗ് തക്കാളി ഇതിനകത്തോട്ട് ഇടുക. എന്നിട്ട് ഇതെല്ലാം ആയതിൻ്റെ ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് മൂടി വെച്ചിട്ടൊന്ന് റെഡി ആയിട്ട് കുക്ക് ചെയ്യാം. എന്ത് നല്ല മണം വരുന്നത്. സൂപ്പർബ്, അടിപൊളി മണം. എനി ഹൗ നെക്സ്റ്റ് സ്റ്റെപ്പ്. അടുത്തത് നമ്മൾ എടുത്ത് വെച്ച മല്ലിയില, കട്ട് ചെയ്ത് വെച്ച മല്ലിയില ഇതിനകത്തേക്ക് ഇടുക. അതിങ്ങനെ ഇട്ടതിന് ശേഷം ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാൻ പറയാൻ വിട്ടൊരു കാര്യം ഉണ്ടായിരുന്നു, മല്ലിയിലയുടെ കൂടെ കുറച്ച് പുതിന ഇല ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി മിക്സ് ചെയ്യണം കേട്ടോ. അതിന് ശേഷം ഇതിനകത്തേക്ക് നമ്മുടെ ഗരം മസാല ഇടുക. ഗരം മസാല ശേഷം കുറച്ച് മല്ലിപ്പൊടി ഇടുക. അതിന് ശേഷം നമ്മൾ കുറച്ച് ഉപ്പിടുക. പിന്നെ നമ്മുടെ ലാസ്റ്റ് നമ്മൾ മല്ലിപ്പൊടി ഇടുക. പിന്നെ നമ്മൾ കുറച്ച് മല്ലിപ്പൊടി ഇടുക. ആൻഡ് ആഫ്റ്റർ ദാറ്റ് കുരുമുളക് പൊടി ഇടുക. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്വാറൻറ്റൈൻ ടൈമിൽ ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പി അല്ല, കാരണം ഒടുക്കത്തെ ചിലവാണ്, ഒരുപാട് സാധനങ്ങൾ വേണം. ഇതന്നെ ഞാനൊരു എക്സാം ആയി ഒരു പേപ്പറിൽ സാധനങ്ങൾ എഴുതിയെടുത്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കണത്. അപ്പോൾ അങ്ങനെ അവസാനം നമ്മുടെ സാധനം തുറക്കുന്നു. എന്താ ലുക്ക്, എൻ്റെ പഠിച്ചനെ, എന്താ രസം. ആ പുകയൊക്കെ പോയ ലുക്കും എല്ലാം കൂടി കാണുമ്പോൾ തന്നെ ഒരു സംഭവമാണ്. എനി ഹാവ് പുറത്തേക്ക് എടുക്കുമ്പോൾ കുറച്ച് കരിഞ്ഞിട്ടുണ്ടാവും, അത് ഷുവറാണ്. പക്ഷെ അതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കേണ്ട. ഇത് ഇതിനകത്ത് ഉള്ളിൽ വെക്കുമ്പോൾ ആ ചൂടും ആവിയൊക്കെ വരുമ്പോൾ കുറച്ചും കൂടി സോഫ്റ്റ് ആയിക്കോളും എന്ന് വിചാരിക്കാം. അങ്ങനെ നമ്മളിത് എങ്ങനെയെങ്കിലും എടുത്തിട്ട് കുത്തിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ കയറ്റണം. നമ്മൾ കയറ്റുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഓഡിയൻസിനെ കാണിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മസാലയൊക്കെ അതിൻ്റെ മുകളിൽ ഇങ്ങനെ തേക്കുന്നു. വേറൊരു പ്രശ്നം ഉണ്ടായെന്ന് വെച്ചാൽ നമ്മുടെ ക്യാമറ ഇവിടെ വെച്ചിട്ട് ഓൾറെഡി ബാറ്ററി ഡെഡായി. അപ്പോൾ ഇത് സെക്കൻഡ് ക്യാമറയാണ്. സെക്കൻഡ് ക്യാമറ ശരിക്കും അതിൻ്റെ ഓട്ടോ ഫോക്കസ് സിസ്റ്റങ്ങളും എക്സ്പോഷർ സെറ്റിങ്സും ഒക്കെ കൊളായി കിടക്കുകയാണ്. അപ്പം അത്ര ഇനി രസം ഉണ്ടാവില്ല ബാക്കിയുള്ള വീഡിയോ. ബട്ട് സ്റ്റിൽ ലെറ്റ് us പ്രൊസീഡ്. എന്നിട്ട് നമ്മുടെ ഇറച്ചി അതിനകത്ത് കുത്തി കയറ്റിയതിന് ശേഷം അങ്ങനെ കുത്തി കയറ്റിയതിന് ശേഷം നമ്മൾ അതിൻ്റെ മുകളിൽ കൂടെ ചോറിടുന്നു. ചോറിട്ടതിന് ശേഷം അതിൻ്റെ മുകളിൽ കൂടെ നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ച ഉള്ളി എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിൽ നമ്മൾ അണ്ടിപ്പരിപ്പും നമ്മൾ റൈസിൻസും എല്ലാം കൂടി ഇടുന്നു. ആൻഡ് ഫൈനലി നമ്മൾ കുറച്ച് മല്ലിയില ഇട്ടതിന് ശേഷം നമ്മൾ നമ്മുടെ ഗരം മസാലയും പിന്നെ കുറച്ച് വെള്ളത്തിൽ മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് അതിൻ്റെ മുകളിൽ കൂടെ മിക്സ് ആക്കിയാൽ ഒരു യെല്ലോ കളർ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് വരുമ്പോൾ കാണാൻ ഒരു ലുക്കാണ്. അടുത്തത് വീണ്ടും അതിൻ്റെ മുകളിൽ കൂടെ വീണ്ടും റൈസ് ഇടുന്നു. ആൻഡ് നമ്മൾ നേരത്തെ ചെയ്ത അതേ സ്റ്റെപ്പ്, ഉള്ളി, മല്ലിയില, അണ്ടിപ്പരിപ്പ്, റൈസിൻസ് ആൻഡ് ഗരം മസാല ആൻഡ് യെല്ലോ കളർ ലിക്വിഡ്.
എല്ലാം കൂടി ഇട്ടതിന് ശേഷം നമ്മൾ മൂടി വെക്കുന്നു. ആൻഡ് അതിൻ്റെ മുകളിൽ നമ്മുടെ വെയിറ്റ് വെക്കുന്നു. അങ്ങനെ ഇതൊരു 15 മിനിറ്റിന് ശേഷം നമ്മളിത് തുറന്ന് നോക്കുമ്പോൾ വാവ്, ആ പുക പോയത് കണ്ടോ? എന്താ രസം, എന്താ ചോറിൻ്റെ കളർ, എന്താ മണം കണ്ടോ? എന്നിട്ട് അവസാനം നമ്മളിതൊരു നല്ല പ്ലേറ്റിൽ ഇട്ടിട്ട് ടേബിളിൽ വെക്കുമ്പോഴത്തേക്കും നമ്മൾ പഴയ ക്യാമറയുടെ ബാറ്ററി ചാർജ് ആയിരിക്കുന്നു. ആൻഡ് ഇപ്പോൾ കാണാനില്ലേ, എന്താ രസം കാണാൻ, സൂപ്പർബ്, അടിപൊളിയാണ്. ലൈക്ക് പ്രൊഫഷണൽ ലുക്ക് വന്നിട്ടുണ്ട് സാധനത്തിന്. അപ്പോൾ എന്തായാലും വീഡിയോ ഒക്കെ കണ്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആൻഡ് ഈ ഡിഷ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ഞാൻ ഇതുവരെയായിട്ടും പറഞ്ഞിട്ടില്ല. ഇനിയാണ് എൻ്റെ ഫൈനൽ വേർഡിക്റ്റ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് കുറേ മിസ്റ്റേക്സ് കാണും. കാരണം ഞാൻ പറഞ്ഞില്ല, പുള്ളിക്കാരൻ്റെ വീഡിയോയിൽ എനിക്ക് കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടില്ലായിരുന്നു. അതായത് ഇൻഗ്രീഡിയൻസും അളവും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞാനൊരു ഊഹം വെച്ചിട്ടാണ് ഇത് മൊത്തം ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ ആയിരിക്കും അത്രത്തോളം നന്നായിട്ടില്ലായിരുന്നു. അതായത് നമ്മൾ വിചാരിക്കുന്ന ഇത്രയും ബുദ്ധിമുട്ടിയതിൻ്റെ ഒരു ഗുണമൊന്നും അതിനകത്തില്ലായിരുന്നു. പക്ഷെ പുള്ളിക്കാരൻ ഉണ്ടാക്കിയത് നല്ല ടേസ്റ്റ് ഉണ്ടാകും, കാരണം അവർ എക്സ്പേർട്സാണ് ഉണ്ടാക്കുന്നത്. പക്ഷെ നമ്മളുണ്ടാക്കിയത് എന്തായാലും അപ് ടു ദ മാർക്ക് അല്ലായിരുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് എവിടെയൊക്കെയായിരുന്നു മിസ്റ്റേക്സ് പറ്റി എന്ന് നിങ്ങൾക്ക് തോന്നുന്നു? എനിവേസ്, കമൻറ്റ് ദാറ്റ്. നിങ്ങളുടെ ബാക്കിയുള്ള ഒപ്പീനിയൻസും നമുക്ക് ഇതിനെങ്ങനെ നന്നാക്കാമായിരുന്നു എന്നും നിങ്ങളും കൂടി ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെ ഉണ്ട് എന്നൊരു ഒരു ഒപ്പീനിയൻ കിട്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി രസമാവും. കാരണം ഇറ്റ്സ് ഓൾ അബൌട്ട് ഇൻട്രാക്ടിങ് വിത്ത് എവരിബഡി എൽസ്, റൈറ്റ്? സോ ആരും ഒരു എക്സ്പേർട്ട് അല്ല, എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടാണല്ലോ എവിടെയെങ്കിലൊക്കെ എത്തുന്നത്. സോ ഡു ട്രൈ ഇറ്റ് ഔട്ട് ഇഫ് യു ഹാവ് ദ ടൈം ആൻഡ് യു ക്യാൻ ബൈ ഓൾ ദീസ് തിങ്സ്, ബിക്കോസ് ഒരുപാട് സാധനങ്ങൾ വാങ്ങാനുണ്ട്. അപ്പോൾ ഇതെല്ലാം ചെയ്ത് നോക്കി ഇത്രയും ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ശ്രമിച്ച് നോക്കിയിട്ട് അറിയിക്കുക. ഹോപ്പ് യു ഗൈസ് ലൈക്ക് ഇറ്റ്. സീ യു അഗെയിൻ സൂൺ. എന്തായാലും അടുത്ത വീഡിയോസ് ഒന്നും ഇത്രത്തോളം എഡിറ്റിംഗ് ഉണ്ടാവില്ല, കുറച്ചും കൂടി നൈസായിട്ടൊക്കെ ചെയ്യുന്നുണ്ടാവുക. കാരണം ഇതിന് ഒരുപാട് ടൈം എടുത്തു, ഒരുപാട് ടൈം എടുത്തു. അപ്പോൾ എന്തായാലും ഇനി അടുത്ത 2-3 വീഡിയോസ് എന്തായാലും കുറച്ച് ലോ ഗ്രാഫിക്സ് ആയിട്ടായിരിക്കും പോവുക, കാരണം സമയം കുറവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട്. സോ ഹോപ്പ് യു ഗൈസ് അണ്ടർസ്റ്റാൻഡ്. Anyways, hope you guys liked it. Take care. Have a great day. Ta-da! Cut it.